എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മൈസൂർ വീഡിയോയിലെ ലാസ്റ്റ് വീഡിയോ ആണിത്. അപ്പം ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞത് പാലസ് കാണാൻ വേണ്ടിയാണ് കേട്ടോ. അതായത് മൈസൂർ പാലസ് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ മൈസൂർ വീഡിയോയ്ക്ക് അത് ഞാൻ പറയുന്നത് പോലെ രണ്ടാമത്തെ തവണയാണ് പാലസ് കാണാനും ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അമ്മയും ചേട്ടൻ ആദ്യമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് അവർക്ക് രണ്ടുപേർക്കും. മൈസൂർ പാലസ് കാണാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഞങ്ങൾ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പോവാണ്. അതിൻ്റെ ഉള്ളിൽ ഫോൺ അലൗഡ് ആണോ എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഇപ്പം ചേട്ടായുടെ കൂടെയും അമ്മയുടെ കൂടെയും ഞാൻ വരാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പം ഞാൻ പിന്നെയും പറയുവാണ്, ഇവർ രണ്ടുപേരും കൂടെ വരാൻ പറ്റിയാൽ എനിക്ക് വീണ്ടും സന്തോഷമുണ്ട്. കാരണം അന്ന് ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്ന് ഇന്ന് എൻ്റെ അമ്മയുടെയും ഭർത്താവിൻ്റെയും കൂടെ വരാൻ പറ്റിയതിൽ അതിയായ സന്തോഷം എനിക്ക് തോന്നി. കാരണം അന്ന് കണ്ട സ്ഥലത്തിനേക്കാളും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. എങ്കിൽ കൂടെയും ആൾക്കാരുടെ കൂടെ വരുമ്പോൾ നമ്മൾ അന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ വന്ന് ഇന്ന് ഫാമിലിയുടെ വരുമ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു എൻജോയ്മെൻറ്റ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഇതാണ് പുറത്തു നിന്നുള്ള വ്യൂവ്. ഒരു രാജകൊട്ടാരമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര അടിപൊളിയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കേട്ടോ. അപ്പം ഞങ്ങളതേ ഉള്ളിലോട്ട് കയറാനായിട്ട് പോവാണ്. അമ്മയ്ക്ക് ആ തൊപ്പി വെച്ചിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതിന് ഞാൻ തൊപ്പി വെക്കണോ, ഞാൻ ഊരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഒരു സാധനം മേടിച്ച് കൊടുത്താൽ പോലും തലയിൽ വെക്കാൻ കഴിയത്തില്ല. തൊപ്പി വെച്ച തല ചൂടാണെന്നും പറഞ്ഞ് തൊപ്പി മാറ്റി കുടയും ചൂടി നടപ്പായിരുന്നു ആളുടെ പരിപാടി. പിന്നെ ഉള്ളിലോട്ട് കയറുമ്പം തൊപ്പിയുടെയും കുടയുടെയും ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് അത് പിന്നെ തലേന്ന് ഊരി കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയൊക്കെയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഭംഗിന്ന് എടുത്ത് പറയുമ്പോൾ അതുപോലെ തന്നെ വെയിലും ഉണ്ട് കേട്ടോ. വെയിലത്ത് നിന്ന് വേണം നമ്മൾ ഭംഗി ആസ്വദിക്കാനായിട്ട്. അപ്പോൾ കുറേ നേരം അവിടെ ഞങ്ങൾ നിന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഉള്ളിലേക്ക് കയറാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിന്നതിനൊക്കെ ശേഷമാണ് ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ അവിടെ നിന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു ചെറിയ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് എല്ലാവരും നിന്നാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അവിടെ പോയി നിന്ന് കുറേ പേര് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. അപ്പോൾ അവരൊക്കെ ഒന്ന് മാറാതെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഉള്ള ടൈം നോക്കി ഞാനൊരു വീഡിയോ അങ്ങ് എടുത്തു കേട്ടോ. നല്ല രസമുണ്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുന്ന കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും വന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. അപ്പം ഞാൻ വന്ന് ചേട്ടായോട് പറഞ്ഞു, വന്ന് നിൽക്കി നമുക്ക് ഒന്നിച്ചൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന്. അങ്ങനെ അമ്മേനെ നിർത്തി ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും ചേട്ടാ ഈ വീഡിയോയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ചെരുപ്പ് ഊരി അകത്ത് വയ്ക്കാനായിട്ട് പോവാണ്. ഇവിടുന്ന് ചെരുപ്പ് ഊരിയതിന് ശേഷമാണ് ഞങ്ങളൊന്ന് പൊള്ളലറിഞ്ഞത്. എൻ്റെ പൊന്നേ, ചൂട്, ഇവിടുത്തെ ചൂട് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് ആ ചെരുപ്പൊന്ന് ഊരിയിട്ട് തറയിലോട്ട് നിന്നപ്പോഴാണ്. അപ്പോൾ ഇവിടെ ചെരുപ്പ് ഊരി ഏൽപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട്. അപ്പോൾ ഒരു ടോക്കണൊക്കെ തരും. പിന്നീട് വന്ന് നമ്മൾ പാലസിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വേണം വന്ന് ചെരുപ്പ് നമ്മൾ മേടിക്കാനായിട്ട്. അപ്പം ഇങ്ങനെ ഇവിടെയോട്ട് കയറിയപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. കാരണം അതുപോലെ എൻ്റെ കാല് പൊള്ളിയായിരുന്നു. വെയിലിന് ഇത്രത്തോളം ചൂടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ കാല് പൊള്ളിയതിന് ശേഷമാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവർക്കും, അവിടെ നിന്ന് എല്ലാവർക്കും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഞങ്ങൾ നിർത്തി ആൾക്കാരെ ഇങ്ങനെ ഒന്നിച്ചാണ് കയറ്റി വിട്ടത്. ഞങ്ങൾ വന്നവരെ എല്ലാം ഒന്നിച്ചാക്കിയാണ് കയറ്റി വിട്ടത്. അല്ലാതെ ഇടയ്ക്കൊന്നും കയറാൻ അവർ അനുവദിക്കത്തില്ലായിരുന്നു. എന്തായാലും ഫോണൊക്കെ അലോഡായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒക്കെ പകർത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. മാക്സിമം ഞാൻ പാലസിൻ്റെ മുക്കും മൂലയൊക്കെ പകർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇവിടെ തൊട്ടാണ് കേട്ടോ മൈസൂർ പാലസിൻ്റെ കാഴ്ചകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കാഴ്ചകളൊക്കെ കാണുക.
ഏത് കച്ചേരി ഡാൻസ് നൃത്യ നൃത്തങ്ങൾ ഇവിടെ എവിടെയായിരിക്കും മറ്റേ ഡാൻസ് ഷൂട്ട് ചെയ്തത്? അതെ, അങ്ങനെ ഞങ്ങൾ പാലസിലെ കാഴ്ചകൾ കാണുമ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും 3 അഭിപ്രായങ്ങളാണ്. അമ്മ ഒരു അഭിപ്രായം പറയും, ചേട്ടാ ഒരു അഭിപ്രായം പറയും, ഇതൊന്നും അല്ലാത്തൊരു അഭിപ്രായം ഞാനും പറയും. അപ്പം ഭയങ്കര ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, എങ്കിലും ആ കാഴ്ചകൾ കണ്ട് അഭിപ്രായം പറയാൻ ഞങ്ങളെ കഴിഞ്ഞിട്ട് ആൾക്കാരുള്ളായിരുന്നു. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പോയത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് മൈസൂർ പാലസിൽ കയറിയപ്പോഴായിരുന്നു. എനിക്ക് തോന്നുന്നത് പാലസിൻ്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. പല ഭാഗങ്ങളൊന്നും നമുക്ക് അലോഡ് അല്ലാത്തത് കൊണ്ട് നമുക്കതൊന്നും കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരു താഴെ ഒരു ഏരിയ മാത്രമായിട്ട് കാണിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കൊട്ടാരത്തിൽ ഇരിക്കുന്ന ഒരു ഭാഗം കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അപ്പോൾ കാഴ്ചകളൊക്കെ ഇനിയും ബാക്കി കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാഴ്ചകളൊക്കെ മുന്നോട്ട് കാണുക. അങ്ങനെ ഞങ്ങൾ മൈസൂർ പാലസിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഉള്ളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് ഇനി മൈസൂർ പാക്ക് മേടിക്കാനായിട്ട് പോകണം. ഞങ്ങളൊരു കട കണ്ടു വെച്ചിട്ടുണ്ട്, ഒറിജിനൽ സാധനം കിട്ടുന്ന സ്ഥലമാണെന്നും പറഞ്ഞ് ഞങ്ങളോട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അവിടെ തന്നെ പോയി മേടിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ പാലസിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി റോഡിലോട്ട് ഇറങ്ങി നടന്നു പോവാണ്. അപ്പോൾ അമ്മയോട് പറഞ്ഞ് ഞങ്ങൾ ഈ വണ്ടിയുടെ അടുത്തേക്ക് വന്നേക്കാം, അമ്മ അവിടെ നിന്നാൽ മതി, ഞങ്ങളവിടെ വന്നോളാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ മൈസൂർ മാർക്കറ്റിലെത്തി. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ മൈസൂർ മാർക്കറ്റ്. അങ്ങനെ മാർക്കറ്റൊക്കെ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ പിന്നെ തിരിച്ചു. പിന്നെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല. അങ്ങനെ എൻ്റെ മൈസൂർ വീഡിയോ ഇവിടെ തീരുകയാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.